നമസ്കാരം. പി വി അൻവർ ഒരു യുഗപുരുഷനോ? പോക്ക് കണ്ടാൽ പുള്ളിയെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമെന്നാണ് തോന്നുന്നത്. ആരെ കൊണ്ട് ഇന്ന് വരെ ഒരു പൊതു താല്പര്യ ഹർജി പോലും കൊടുക്കാത്ത ഒരു വയസ്സായ ഒരു 19 വയസ്സുള്ള ഒരാളെ കൊണ്ട് അയാൾ പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടേക്ക് ഒരു പരാതി എഴുതി കൊടുത്തപ്പം നിമിഷങ്ങൾ പുള്ളിയുടെ പേരിൽ അൻവറിൻ്റെ പേര് FIR ഇട്ട് ജാമ്യമില്ല കുറ്റമായിട്ട് കരുതി പുള്ളിയെ പിടിച്ച് അകത്തിടുമെന്നാണ് തോന്നുന്നത്. ഈ കണക്കിന് അകത്തിടാമല്ലോ. PC ജോർജിനെ പോലും ഒരു കാര്യമില്ലാതെ ആരോ ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പാതിരാത്രി വീട്ടിൽ വിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പിണറായി സർക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ഗട്ട്സ് ഈ PV അൻവറിന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ചുമ്മാ വരുന്ന ഗട്ട്സ് അല്ലല്ലോ. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നേരെ ഒരു ഈച്ച പോലും പറക്കത്തില്ല. ഒരു മന്ത്രിക്ക് പോലും പോയി കാണാൻ പറ്റത്തില്ല. മുട്ടിടിച്ചാണ് MLA മാർ പോയി കാണുന്നത്, മന്ത്രിമാർ പോയി അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയുന്നതെന്ന് പോലും ഒരു അൻവർ പറയുന്നത് കേട്ടു അല്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇനി ശക്തി എവിടെ നിന്നോ ഒരു ശക്തി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ പുള്ളിയെ പിടിച്ച് ജയിലിൽ ഇട്ടങ്ങ് കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഏറ്റവും വലിയ മൂഢത്തരമായിരിക്കും ഈ സർക്കാർ ചെയ്യുന്നത്. കാരണം നെൽസൺ മണ്ടേലയുടെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലേ, വായിച്ചിട്ടുള്ളതിൽ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അപ്പാർത്തൈഡ് പിടിച്ച് എത്രയോ വർഷം ജയിലിലിട്ട് അവസാനം അങ്ങനെ ഇറങ്ങി വരേണ്ട സമയത്ത് ഇറങ്ങി വന്ന് അങ്ങനെ ആ രാജ്യത്തെ പ്രസിഡൻ്റായി, എലക്റ്റഡ് പ്രസിഡൻ്റായി ഇല്ലേ. അപ്പോൾ അതാ ചരിത്രം. അപ്പോൾ അതുകൊണ്ട് സത്യത്തെ ഒന്നും മൂടി വയ്ക്കാൻ പറ്റത്തില്ല. നീതിക്കെതിരെ പ്രവർത്തിക്കുന്ന അനീതി കുറച്ച് അങ്ങറ്റമാകുമ്പം ഇതാണ് ആരെങ്കിലും എണ്ണീറ്റ് വരും, എവിടെന്നെങ്കിലും എണ്ണീറ്റ് വരും. അതിൻ്റെ ആ പ്രതീതിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിയെ ഇപ്പോൾ ഒരു രക്ഷകനായിട്ട് വേണം കരുതാൻ. എല്ലാവരും പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കണം. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയൊക്കെ മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോഴും ഒരു ബിഗർ കോസിന് വേണ്ടി എന്നുവെച്ചാൽ ഈ 3.5 കോടി ജനങ്ങളുടെ ഒരു രക്ഷയ്ക്കെന്നുള്ള നിലയിൽ ഇവിടെ നീതിയില്ല, നിയമവ്യവസ്ഥയില്ല, ഒന്നുമില്ല. 2-3 പേർക്ക് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഭരണം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണല്ലോ എതിർക്കുന്നത്. പിന്നെ ഇപ്പം ഈ ഭഗത് സിംഗിനെയൊക്കെ തന്നെ നമ്മൾ വീരപുരുഷനായിട്ടാണ് കാണുന്നത് അല്ലേ. ഡൽഹിയിലെ കേജ്രിവാളിൻ്റെ ഓഫീസിൻ്റെ മുകളിൽ തൂങ്ങുന്ന ഒരു ഫോട്ടോ ഉള്ളത് ഭഗത് സിംഗിൻ്റെ ഫോട്ടോയാണ്. പുള്ളി ചെയ്തത് വലിയൊരു ക്രൈമാണ്, ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരു സായിപ്പിനെ. അപ്പോൾ അതുകൊണ്ട് അത് ക്രൈമായിട്ട് കാണുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഒരു ലാർജർ കാസിന് വേണ്ടി, ഇന്ത്യയുടെ മോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു. ആ ക്രൈം അത് ക്രൈമായിട്ട് കാണുന്നില്ല. പിന്നെ വന്ന് ജനങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടിയ ജനങ്ങൾ ഇന്ന് എല്ലാവരും അതേപോലെ ഇദ്ദേഹം ആ രീതി വേണം ഇത് കാണാൻ. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുക. അപ്പം നിസ്സഹായരായി നോക്കി നിൽക്കുന്നതിന് ആരെയാണ് താഴെ ഇറക്കേണ്ടതെന്ന് വെച്ചാൽ അവർ താഴെ ഇറക്കിയേ പറ്റൂ. അത് എല്ലാവരും കൊണ്ട് വിചാരിച്ചാൽ നടക്കും. ജനങ്ങൾ ഇറക്കി തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ നമ്മൾ ഇപ്പം തന്നെ ഇന്നലെ അവർ കലാപാഹവനായിട്ട് CPM അണികൾ റോഡിലിറങ്ങി. ഇറങ്ങാൻ കാരണം എന്തോ, കലാപാഹ്വാനത്തിന് ആഹ്വാനം കൊടുത്തത് ഗോവിന്ദൻ മാഷ, CPM സുപ്രീമോ ഇല്ലേ, സ്റ്റേറ്റ് സുപ്രീമോ. അപ്പോൾ പുള്ളി പറഞ്ഞ് അണികൾ ടേക്കപ്പ് ചെയ്യണം. അപ്പോഴത്തേക്ക് അവർ താഴെ റോഡിലിറങ്ങി. ഇങ്ങനെയുള്ള കലാപാഹ്വാനം നടത്തുന്നവരൊക്കെ എതിരെ നടപടി എടുക്കണ്ട. ആരെടുക്കും നടപടി? വേലി തന്നെ വിളവ് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എനിക്ക് തോന്നുന്നു ജനങ്ങളെ മൊത്തം മനസ്സും അൻവറിൻ്റെ കൂടെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ടും സോഷ്യൽ മീഡിയയും മെയിൻ മീഡിയാസും എല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ഹിം. സോ ലെറ്റ് സംതിങ് ഗുഡ് ഹാപ്പൻ. അങ്ങനെ പിടിച്ച് ജയിലിലിട്ട് എത്ര നാൾ ജയിലിലിടും? എന്താ പറഞ്ഞ് ജയിലിലിടും? ഫോൺ ചോർത്തിയെന്നൊക്കെ പറയുന്നത് അങ്ങനെ ചോർത്താനൊന്നും ആർക്കും പറ്റത്തില്ല. പിന്നെ അങ്ങനെ ചോർത്തിയെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി വല്ല കോപ്പി ചെയ്തതാണോ അത് തെളിയേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടത് രക്ഷയാണ്. ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി
പിണറായി മാറി നിന്നിട്ട് വേറൊരാളെ ഏൽപ്പിക്കട്ടെ. സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആരും പറയുന്നില്ല, അവർക്കൊന്നൊന്നര വർഷം കൂടെ ഉണ്ട്. മാറി നിന്നിട്ട് വേറൊരാളെ ഏൽപ്പിക്കട്ടെ. വേറെ ആരും ഇല്ലേ ഭരിക്കാൻ? എത്രയോ പേരങ്ങനെ മാറിയിരിക്കുന്നു ഇല്ലേ? മാറി നിന്നിട്ട് വേറൊരാളെ ഏൽപ്പിക്കട്ടെ, പ്രശ്നം തീരുമല്ലോ. എന്നിട്ട് കേസെല്ലാം പിന്നെ കോടതിയിൽ വരട്ടെ. കോടതിയിൽ വരുമ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്താണ്, എവിടെയാണ് ഫാൾട്ട്, ആർക്കാണ് ഫാൾട്ട് നടന്നതെന്നൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് അൻവറിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.